നമ്മൾ ഇന്നും എക്കോയിൽ തന്നെ ഉള്ളത്. അപ്പം നമുക്ക് എക്കോയിലത്തെ മിറേഴ്സ് നോക്കാം. ഇതാണ് എക്കോയിലും പുതിയ ഡിസൈനിൽ വരുന്ന മിറേഴ്സ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നോക്കൂ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് കസ്റ്റമൈസും ചെയ്യാം കേട്ടോ. നമുക്ക് റെസിൻ ആർട്ടിലേക്ക് വന്നാലോ. റെസിൻ ആർട്ടിലുള്ളത് നമുക്ക് ഇതേപോലത്തെ അസ്മാവിൽ ഉൾസയാണ്. ഇതും പിന്നെ അതെവിടെ അതും ആണ് ഉള്ളത്. ഇനി ആയത്തിൽ കുറിച്ച് കിടക്കാച്ചെങ്കിൽ അതും പിന്നെ അതും ഇത്രയും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ആയതിനെ കുറിച്ചുള്ള ക്ലോക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പേരൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് റെസിൻ ആർട്ടിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റെസിൻ ആർട്ട് വരുന്നുണ്ട്, എക്സ്പോർട്ടറി ആർട്ട് വരുന്നുണ്ട്, പിന്നെ ടെക്സ്റ്റർ ആർട്ട് വരുന്നുണ്ട്, അക്രിലിക് കട്ടൗട്ട് ആർട്ട് വരുന്നുണ്ട്, സ്റ്റോൺ ആർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റോൺ ആർട്ട് അതാണ് ടെക്സ്റ്റർ ആർട്ട്. പിന്നെ നമുക്ക് ഈ റെസിനൊക്കെ ശരിക്കും റിയൽ അക്രിലിക് കട്ടൗട്ടാണ്. അപ്പോൾ ഈ ടെക്സ്റ്റർ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ വലുതാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതാണ് ടെക്സ്റ്റർ. നമ്മൾ റിയൽ ആയിട്ടുള്ളത് പോലെ തോന്നും. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്ക് ഇവിടെ സ്പേസിലായിട്ടാട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ആർട്ട് വരുമ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ളത് പോലെ തോന്നും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ സീഡിന്മ മാത്രം വെക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ആർട്ട് എന്ന് വരുമ്പോൾ നമുക്ക് മേലെ മാത്രമല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്കിപ്പോൾ സ്പേസിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് റിയൽ ആയിട്ടുള്ളത് പോലെ തോന്നുന്നതാണ് ടെക്സ്റ്റ് ആർട്ട്. മേലെ കണ്ടത് അപ്പം നമ്മൾ ഈ മേലെ കണ്ടത് ഇത് നമ്മൾ ഈ സെയിം ആർട്ട് തന്നെയാണ്, പക്ഷെ അതിൻ്റെ വേറൊന്നുണ്ട്, ഓഷ്യൻ ആർട്ടാണ്. നമുക്കത് കാണാമല്ലോ, കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഷ്യൻ ആർട്ട്. ഇതിൽ ഫിഷ് ഉണ്ട്, പിന്നെ റോക്സ് ഉണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് വരും. മാത്രമല്ല ഇതിനെ പോലത്തെ റെസിൻ ആർട്ടല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് റെസിൻ ആർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.